നല്ല കഴിവുള്ളവരൊക്കെ അവർ നല്ലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർ പോകും. കഴിവുള്ള സ്റ്റാഫിനെ കിട്ടാനേ ഇല്ല, കഴിവുള്ളവന്മാർ കൂടെ നിൽക്കുന്നില്ല. ഉള്ളത് മുഴുവനും ഒന്നിനും കൊള്ളാത്ത കുറേ എണ്ണമാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇങ്ങനെ പരാതി പറയുന്ന, സങ്കടപ്പെടുന്ന കുറേ കച്ചവടക്കാരും ബിസിനസ്സുകാരും നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ കൺസൾട്ടൻസിയുടെ ഭാഗമായിട്ട് ആ പ്രൊജക്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ, കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കും, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രധാന ഫീഡ്ബാക്കാണ് സ്റ്റാഫിൻ്റെ കാര്യം പറയുമ്പോൾ കഴിവുള്ളവരൊന്നും ഇവിടെ നിൽക്കുന്നില്ല. കഴിവുള്ളവർ നിൽക്കുന്നതല്ല ശരിക്കും, കഴിവുള്ളവർ നിൽക്കാൻ പാകത്തിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ സിസ്റ്റത്തിൽ, ഓർഗനൈസേഷൻ്റെ കരിയർ സിസ്റ്റം ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല കഴിവുള്ള ഒരാൾക്ക് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നിൽക്കാൻ ആവശ്യമായ രീതിയിൽ എന്താണ് അവിടെ ഉള്ളത്? അപ്പോൾ അതിന് തീർച്ചയായിട്ടും കൃത്യമായുള്ള ഹയറിംഗ് സ്ട്രാറ്റജി വേണം. ഒരു HR സിസ്റ്റം നമ്മൾ ഫംഗ്ഷൻ ചെയ്തിരിക്കണം. റിട്ടൻഷൻ കൂട്ടാൻ ആവശ്യമായിട്ടുള്ള സിസ്റ്റം അവിടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് കൂട്ടാനും അപ്രൈസൽസും ഇൻസെൻറ്റീവ് ഒക്കെ കൊടുക്കാനുള്ള സിസ്റ്റം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. നിങ്ങളുടെ കൂടെയുള്ള സ്റ്റാഫിനെ കാപ്പബിലിറ്റി ഉള്ളവരാക്കി മാറ്റി അവരെ ഡെവലപ്പ് ചെയ്ത് അവരുടെ കരിയർ ഗ്രോത്ത് ഉറപ്പാക്കാൻ ആവശ്യമായ രീതിയിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യണം. അപ്പോഴാണ് നല്ല കഴിവുള്ളവർ നമ്മുടെ കൂടെ നിൽക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കഴിവുള്ളവരൊക്കെ അവർ നല്ലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർ പോകും. എന്നിട്ട് കൂടെ ബാക്കിയാവുന്നത് 10-15 കൊല്ലം നിൽക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ്, പല ബിസിനസ്സുകളിലും കണ്ടിട്ടുള്ളതാണ്. ഒന്നിനും കൊള്ളാത്തവരാണ്. അവർക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വേറെ പണിയിട്ട് കിട്ടത്തുമില്ല. അങ്ങനെയുള്ള ആളുകളല്ല നമ്മുടെ കൂടെ നിൽക്കേണ്ടത്. റെഗുലറായിട്ട് നമ്മുടെ കമ്പനിയെ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന നല്ല മിടുക്കരായിട്ടുള്ള ആളെ കൂടെ നിർത്താൻ നമ്മൾ പഠിച്ചിരിക്കണം.